ഹായ് ഫ്രണ്ട്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്ക് കൊണ്ട് നമ്മുടെ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും പൂച്ചെടികൾക്കായാലും ഫലവൃക്ഷ തൈകൾക്കായാലും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല രീതിയിൽ പൂക്കളുണ്ടാവാനും കായ്കളുണ്ടാവാനും ഒത്തിരി നല്ലതാണ് ഈ ഒരു വളം. ഈ കടലപ്പിണ്ണാക്ക് കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു വളം ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ചെടികൾക്കും പച്ചക്കറികൾക്കും കൊടുത്തു നോക്കൂ. നല്ല ഇരട്ടി വിളവാണ് കേട്ടോ. മുളകൊക്കെ കുല കുത്തി കാ പിടിക്കും. അത്രക്കും നല്ലൊരു വളമാണിത്. ഞാനിവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഈ വളം എല്ലാ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും കൊടുക്കാറുണ്ട്. നല്ല റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പൂക്കാത്ത മാവൊക്കെ ഉണ്ടെങ്കിൽ പൂക്കാനും മുരിങ്ങക്കൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ. പച്ചമുളകൊക്കെ നിറയെ കായ്ക്കും ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കടലപ്പിണ്ണാക്കാണ് കേട്ടോ. കടലപ്പിണ്ണാക്ക് എന്നും പറയും, കപ്പലണ്ടി പിണ്ണാക്ക് എന്നും പറയും. അപ്പോൾ ഇത് നമുക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും ഈ കടലപ്പിണ്ണാക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു കിലോക്ക് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ബക്കറ്റിയിലോട്ട് ഒരു പിടി കടലപ്പിണ്ണാക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ എത്രത്തോളം ചെടികളുണ്ടോ അതിനനുസരിച്ച് നമുക്കിതിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് ചെടികളുള്ളൂ. അപ്പോൾ ഒരു പിടി കടലപ്പിണ്ണാക്കാണ് ഇവിടെ എടുത്തത്. അതിലോട്ട് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ സാധാ പച്ചവെള്ളം എടുത്താലും മതി. ഈ കഞ്ഞിവെള്ളവും ഈ കടലപ്പിണ്ണാക്കും ഒരു 3-4 ദിവസം പുളിപ്പിക്കാൻ വെക്കണം. നല്ല പോലെ പുളിച്ച് വന്നതിന് ശേഷമാണിത് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിതാ മുമ്പുണ്ടാക്കി വെച്ച കടലപ്പിണ്ണാക്ക് 5 ദിവസം ആയതാണ് കേട്ടോ. ഇത് നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലോട്ട് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ വെറുതെ പാഴാക്കി കളയുന്ന ചാരം, വിറക് കത്തിച്ച ചാരം ഒരു പിടിയോളം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഈ കടലപ്പിണ്ണാക്കും ഈ ചാരവും നല്ല പോലെ ഒന്നും കൂടെ മിക്സാക്കി എടുക്കണം. ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ 1 കപ്പ് ജൈവ സ്ലറി ഇതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ കപ്പിന് 10 കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാവൂ. അപ്പോൾ ഇത് കണ്ടോ, 1 കപ്പ് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 10 കപ്പ് വെള്ളം ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേണം ചെടികൾക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ 10 കപ്പ് വെള്ളം ഇതിലോട്ട് ചേർത്ത് നല്ല പോലെ ഒന്നും കൂടെ മിക്സാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ തെളി നമുക്ക് എല്ലാത്തരം ചെടികൾക്കും ഒഴിച്ച് കൊടുക്കാം. നല്ല റിസൾട്ടാണിത് ഈ ഒരു ജൈവ സ്ലറി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ. നല്ല രീതിയിൽ പൂക്കളുണ്ടാവുകയും ചെയ്യും, കായ്കളുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതാ നമ്മുടെ പൂക്കാത്ത മുരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇത് ഒഴിച്ച് കൊടുക്കും. ഞാൻ ഗ്രോ ബാഗിൽ നട്ട മുരിങ്ങയാണ് കേട്ടത്. അപ്പം മുരിങ്ങക്ക് ഒഴിച്ച് കൊടുക്കാം, അതുപോലെ മുളകിന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളകിനായാലും തക്കാളിക്കൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒഴിച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ അത് വേര് വലിച്ചെടുത്തോളും. അപ്പോൾ അതാ വഴുതനൊക്കെ ഒഴിച്ച് കൊടുക്കാം. പൂക്കാറായ നമ്മുടെ വഴുതനക്ക്, തക്കാളിക്ക്, വെണ്ടയ്ക്ക് എല്ലാത്തരം ചെടികൾക്കും ഇത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. മുളകിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. ആഴ്ചയിൽ ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞ് ഇഷ്ടം പോലെ മുളക് നമുക്കിതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ നിറഞ്ഞു കായ്ക്കും, അതുപോലെ തന്നെ പൂക്കളൊക്കെ നിറഞ്ഞുണ്ടാവും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.